ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഴയ വാട്ടർ ഡ്രോപ്പ് വെച്ച ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചോൾ ഡിസൈൻ എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും ചില ഫോണുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫോണിൽ വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അമോലെഡ് ഡിസ്പ്ലേയുടെ കൂടെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും കൂടി വേണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 184.5 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.89 mm ആണ്. പിന്നെ ഈ ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോസ് ബ്ലാക്ക്, സ്നോഫാൾ, അതുപോലെ തന്നെ സഫയർ ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അതുമാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അവർ ഈ ഫോണിൽ 8 GB റാമും കൊടുത്തിട്ടുണ്ട്. പിന്നെ 128 GB ഇൻറ്റേർണലും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരേണ്ടതാണ്. മികച്ചൊരു പ്രോസസ്സറിൻ്റെ കൂടെ തന്നെ 8 GB റാമും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഈറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 10 ലെയർ ഗ്രാഫിൻ ബ്ലോക്ക് സിസ്റ്റമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ DTS സറൗണ്ട് സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. എന്തായാലും ഇൻഫിനിക്സ് നോട്ട് 12 എന്ന ഫോണിലെ പോലെ ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയർ കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 12 സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ മൂന്നാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കൊടുക്കായിരുന്നു, അതും ഒരു 4G ഫോണിൽ. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് LED ഫ്ലാഷ് ഒക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. മെയ് 27 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചില തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസ്സറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 8 GB റാമും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല, കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ബാറ്ററി വലിയ തിരക്കുകളില്ല എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ഫോണിലോട്ട് വരിക. അതും നിങ്ങൾക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറിൻ്റെ കൂടെ 8 GB റാമും കൂടെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം. എന്തായാലും ഇൻഫിനിക്സ് നോട്ട് 12 ടെർബോ എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.